ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുകയാണ്. പോലീസ് ബാരിക്കേഡ് ഉയർത്തി പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട്. രാത്രി വൈകിയും പ്രതിഷേധം തുടരുകയാണ്. ബാരിക്കേഡ് ഭേദിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങാൻ അവിടെ ശ്രമിക്കുന്നുണ്ട്. സലീം മാലിക് സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സലീം, ഈ കുറ്റപത്രം സമർപ്പിച്ച വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. BJP-യുടെ മാർച്ച് അല്പസമയം മുമ്പ് വന്നു. ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, BJP അധ്യക്ഷനൊക്കെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്ത് പാർട്ടി കോൺഗ്രസിൽ ഇപ്പോൾ അതിന് പുറത്ത് നേതാക്കളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. രാത്രിയും പ്രതിഷേധം തുടരും എന്നാണോ സലീം നമ്മൾ കരുതേണ്ടത്? ഇപ്പോൾ വിജയകുമാർ, ഈ രാത്രി വൈകിയും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമര പരമ്പരകൾ അരങ്ങേറുകയാണ്. അല്പസമയം മുൻപാണ് BJP-യുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചുമായി എത്തുകയും ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയത്. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം, ഏറ്റുമുട്ടൽ എന്നുള്ള നിലയിലേക്ക് കടക്കുകയാണ്. പ്രവർത്തകർ പോലീസിന് നേരെ ഇപ്പോൾ കയ്യേറ്റം നടത്താൻ ശ്രമിക്കുന്നു. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. BJP-യുടെ സമരം സമാധാനപരമായിരുന്നെങ്കിൽ ഇവിടേക്ക് എത്തി മുദ്രാവാക്യം വിളിച്ച് കോലം കത്തിച്ച് മടങ്ങിയെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആദ്യം തന്നെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. അതിന് പിന്നാലെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. ഈ രാത്രിയിൽ, അർദ്ധരാത്രിയിൽ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളിനും സെക്രട്ടേറിയറ്റ് പരിസരം സാക്ഷിയാകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ സമരത്തിലേക്ക്, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരത്തിലേക്ക് KPCC തന്നെ ആഹ്വാനം ചെയ്തു കഴിഞ്ഞതേയുള്ളൂ. ഈ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ KPCC ഒരു സമരം തന്നെ പ്രഖ്യാപിച്ചു. നാളെ വൈകുന്നേരം 4 മണിക്ക് എല്ലാ മണ്ഡലം തലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കണം എന്നുള്ളതായിരുന്നു തീരുമാനം. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് അതിനു മുൻപ് തന്നെ, അതായത് ഇന്ന് രാത്രി തന്നെ സമരവുമായി രംഗത്തെത്തിയത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ആ സമരം നടക്കുന്നത്. ഇപ്പോൾ ഈ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളിനും ശേഷം വീണ്ടും പ്രവർത്തകർ ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് മാറിയിട്ടുണ്ട്. അതിനുശേഷം പ്രവർത്തകർ പോലീസിന് നേരെ മുദ്രാവാക്യം വിളിക്കുന്നു. ഒപ്പം തന്നെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം വീണ്ടും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. നേരത്തെ BJP-യുടെ മാർച്ച് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസും ഇവിടേക്ക് എത്തിയത്. മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ രാജി ഈ വാർത്ത പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പ്രതിപക്ഷ നേതാവ് ഇ.ഡി. സതീശൻ പറഞ്ഞത്, ഇനി ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പിണറായി വിജയൻ അർഹനല്ല. സ്വന്തം മകൾക്കെതിരെ ഒരു കോടതി നടപടികൾ നടക്കുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ആ അന്വേഷണത്തെ നേരിടുക എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ ചോദിച്ചത്. മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ വെച്ച് പുതിയ മുഖ്യമന്ത്രിയെ CPIM തിരഞ്ഞെടുക്കണം എന്നുള്ളതായിരുന്നു KPCC അധ്യക്ഷൻ K. സുധാകരനും ഒപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കളൊപ്പം BJP നേതാക്കളൊക്കെ തന്നെ ഈ രാത്രിയിൽ സമരം കടുപ്പിക്കുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് എത്തിയത്. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡിന് മുൻപിലേക്ക് പോകുന്നു. റോഡ് ഉപരോധിക്കുന്നതിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടക്കുന്നു. ഈ സെക്രട്ടേറിയറ്റ് പരിസരം ഇന്ന് നിരന്തരമായ തുടർ സമരങ്ങളുടെ, തുടർ ഉപരോധങ്ങൾക്ക് വേദിയായത് നമ്മൾ കണ്ടതാണ്. നേരത്തെ ആശാ വർക്കേഴ്സിന്റെ സമരം 2 മണിക്കൂറിലധികമാണ് ആശാ വർക്കേഴ്സ് ഈ റോഡ് ഉപരോധിച്ചത്. അതിനുശേഷം അല്പസമയം മുൻപ് മാത്രമാണ് ഗതാഗതം നേരെ സാധാരണ നിലയിലേക്കായത്. ആ 2 മണിക്കൂറത്തെ ഉപരോധത്തിന് ശേഷം യൂത്ത് പോയതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് റോഡ് ഉപരോധം ഉണ്ടാകുന്നു. ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലെ MG റോഡ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സമരപരമ്പര നടന്ന, സമരവേലിയേറ്റം സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടന്ന ഒരു ദിവസമായി ഇന്ന് മാറുന്നു. അതിൽ ആദ്യത്തേത് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് തുടർ സമരം നടക്കുന്നത്. അത് BJP-യുടെ സമരം ആദ്യം നടന്നു. അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ സമരവും ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർ സമരവുമായി എത്തി ബാരിക്കേഡിന് മുൻപിലേക്ക് വരികയും പോലീസുമായി ഉന്തും തള്ളുമൊക്കെ ഉണ്ടാവുകയും ജലപീരങ്കി ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത്. വലിയ സമരത്തിലേക്ക്, സമരം കടുപ്പിക്കുന്നതിന്റെ ആദ്യ ലക്ഷണം എന്നുള്ളതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കത്തിനിന്ന ദിവസങ്ങളിലൊക്കെ തെരുവുകൾ സമരകലുഷിതമായിരുന്നു. അതിന് പിന്നാലെ ആ സമരം പതിയെ ഇല്ലാതാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഗുരുതരമായ ആരോപണം SFIOയുടെ കണ്ടെത്തലിൽ, SFIOയുടെ കുറ്റപത്രത്തിൽ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ആ സമരവേലിയേറ്റത്തിലേക്ക് കേരളത്തിന്റെ
തന്നെ രാഷ്ട്രീയ കേരളം മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ രാത്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വരുന്ന ദിവസങ്ങളിലും നാളെയുമൊക്കെയും തുടർ സമരങ്ങളുമായി സെക്രട്ടേറിയറ്റ് പരിസരത്ത് വലിയ സമരങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം മാസപ്പടി വിവാദം ആളിക്കത്തിയിരുന്ന ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ, യുവമോർച്ചയുടെ, BJPയുടെ, കോൺഗ്രസിന്റെ അങ്ങനെ സമരങ്ങളുടെ വേലിയേറ്റം നമ്മൾ കണ്ടതാണ്. ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് തന്നെ നിരവധി മാർച്ചുകൾ യുവജന സംഘടനകളുടെയൊക്കെ കണ്ടതാണ്. അന്നൊക്കെയും മുഖ്യമന്ത്രിയുടെ രാജിയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ സമരക്കാർക്ക് കൂടുതൽ കരുത്ത് വരുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും SFIOയുടെ ഒരു കുറ്റപത്രം, ഒപ്പം തന്നെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം. സലീം അലിക്കാണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുകയാണ്. പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ്. അവരെ അവിടെ നിന്ന് മാറ്റാൻ ഒരു ഘട്ടത്തിൽ പോലീസ് ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ചെറിയ ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ പോയി ഇപ്പോൾ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ.